إلى حضرة روح سيدنا ومرشدنا وشفيعنا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. صراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹു സുബ്ഹാനഹു വ തആലാവിൻ്റെ മഹ്ലായ ഫള് കൊണ്ട് ഈ മജ്ലിസിനെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. റഹമുറാഹിമീനായ റഹ്മാനെ, ഈ മജ്ലിസിൽ പങ്കെടുത്ത ഞങ്ങൾ റബ്ബെ പരമാതിരി പ്രയാസങ്ങളുള്ളവരാണ് റഹ്മാനെ. പ്രയാസങ്ങൾ തീർത്ത് സന്തോഷത്തിലാക്കി തരണേ അല്ലാഹ്. പലമാതിരി രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരാണ് റഹ്മാന്. നീ ശിഫ നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. മരണം വരെ നീ നൽകിയ ആഫിയത്ത് നീ നിലനിർത്തണേ റഹ്മാൻ. ഒരു നസീഹത്തിന് ഉദ്ദേശിക്കുന്നില്ല, അതുപോലെ കൂടുതൽ ദ്വാരന്ന് ബുദ്ധിമുട്ടിക്കുന്നുമില്ല. സമയം കുറച്ച് താമസിച്ച് ഇൻഷാ അല്ലാഹ് കുറഞ്ഞ ദിക്ർ ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഇന്നത്തെ ദുആന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദുആ, അത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ദുആ ആണ്. നാം ചെയ്ത ഒരു അമല് അൽഹംദുലില്ലാഹ്, ആ അമല് പൂർത്തിയാകുന്ന ദിവസമാണ്. നാം പള്ളിക്ക് വേണ്ടി, അല്ലാഹുവിൻ്റെ ഭവനത്തിന് വേണ്ടി ഒരുപാട് മനക്കെട്ട് അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ മസ്ജിദ് നാം ഒക്കെ നല്ല ഭംഗിയാക്കി തീർത്തു. റമളാനാണെങ്കിൽ, പരിശുദ്ധ റമളാനാണെങ്കിൽ സമാഗതമാവുകയുമാണ്. അപ്പൊ എന്തുകൊണ്ടും ഒരു സാലിഹായ അമല് അത് പൂർത്തിയാകുന്ന സമയം ദുആ ചെയ്യണം. ഖുർആൻ നമുക്കൊരു ദുആ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ദുആ ഇതാണ്: നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഉണ്ടായ ആ ജലപ്രളയത്തിൽപ്പെട്ട് കഅബയുടെ ചുമര് നശിച്ചുപോയി. എന്നാൽ അൽഹംദുലില്ലാഹ് ആ കഅബയുടെ അടിത്തറക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഒരുപാട് ആഴത്തിലാണ് അതിൻ്റെ തറ. കഅബയുടെ ചുമരൊക്കെ പൊളിഞ്ഞുപോയി ആ വെള്ളപ്പൊക്കത്തിൽ. പിന്നീട് അൽഹംദുലില്ലാഹ് ആ കഅബ പുനർനിർമ്മിക്കാൻ വേണ്ടി ഭാഗ്യം ലഭിച്ചത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനുമാണ്. അപ്പൊ കഅബ പടുത്തുയർത്തുക എന്നുള്ളത് അതൊരു വലിയ അമലാണ്. അത് പറയണമെന്നില്ല. നാം നിസ്കാരത്തിൽ തിരിഞ്ഞു നിസ്കരിക്കുന്നത് കഅബയിലേക്കാണ്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നാം വീടുകളിലും മറ്റും ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായി ഇരിക്കുന്നുണ്ടെങ്കിൽ, ഒഴിവ് കിട്ടുമ്പോൾ കസേരയിലോ മറ്റോ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഒരു പ്രധാനപ്പെട്ട ഒരു അമലാണ് കഅബയിലേക്ക് മുന്നിട്ട് കൊണ്ട് തന്നെ ഇരിക്കണം. അപ്പൊ വീട്ടിലൊരു കസേര ഇടുകയാണെങ്കിൽ ആ കഅബയുടെ നേർക്കാക്കിയിട്ടിടണം. അങ്ങനെ കഴിയുന്നത്ര ആ കഅബയിലേക്ക് തിരിഞ്ഞ് കഅബയിലേക്ക് മുന്നിട്ട് കൊണ്ട് ഇരിക്കൽ പോലും വലിയ ഒരു ഇബാദത്താണ് എന്ന് മഹാത്മാക്കൾ പറയുകയാണ്.
കഅബയാണെങ്കിൽ ഒരു നിമിഷവും ഒഴിവാകാത്ത വിധത്തിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരില്ലാത്ത ഒരു ഘട്ടമുണ്ടെങ്കിൽ ആ സമയത്ത് മലക്കുകൾ തവാഫ് ചെയ്യും. ഒരു നിമിഷവും തവാഫിൽ നിന്ന് ആ കഅബ ഒഴിവാകുന്നില്ല. അതാണ് കഅബയുടെ അവസ്ഥ. അൽഹംദുലില്ലാ, അതിന്റെ മദ്ഹ് പറയണമെന്നില്ല. കഅബ നോക്കി ഇരിക്കൽ തന്നെ വലിയൊരു ഇബാദത്താണ്. അപ്പൊ ഈ കഅബ പടുത്തുയർത്താൻ വേണ്ടി അവസരം ലഭിച്ചാൽ അത് വലിയൊരു ഭാഗ്യമാണ്, ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. ആ കഅബ പടുത്തുയർത്തുമ്പോൾ അത് റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കാതിരിക്കുകയുമില്ല. എന്നാൽ ഈ കഅബ പടുത്തുയർത്തുമ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കല്ലെടുത്ത് കൊടുക്കുന്നു. പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വാങ്ങിയിട്ട് ആ കഅബയുടെ ചുമര് പടുത്തുയർത്തുകയാണ്. ഈ സമയം ഈ രണ്ടുപേരും ദുആറുന്ന ഒരു ദുആ ഖുർആൻ എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. എന്തിനാണ് ആ ദുആ പഠിപ്പിച്ചു തന്നത് എന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ നസീഹത്ത് നീട്ടുന്നില്ല. ഖുർആൻ പറയുന്നത് വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവായിദ മിനൽ ബൈത്തി വ ഇസ്മാഈൽ വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവായിദ മിനൽ ബൈത്തി വ ഇസ്മാഈൽ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമും പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും കൂടി കഅബയുടെ ചുമര് പടുത്തുയർത്തുമ്പോൾ രണ്ടുപേരും പറയുകയാണ് വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവായിദ മിനൽ ബൈത്തി വ ഇസ്മാഈൽ. രണ്ടാളുടെയും ദുആ എന്താണ്? ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയത്തുള്ളൊരു ദുആ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണ് ശ്രദ്ധിക്കണം. രണ്ടുപേരും പറയുന്നു റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബേ ഈ അമല് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണോ. ആലോചിച്ചു നോക്ക്, കഅബ പടുത്തുയർത്തുകയാണ്. അത് തന്നെ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ചെയ്യുന്ന അമലുമാണ്. ഈ സമയത്ത് രണ്ടുപേരും പറയുന്നത് റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബേ ഞങ്ങളിൽ നിന്ന് ഈ അമല് സ്വീകരിക്കണമെന്ന്. അൽഹംദുലില്ലാ, ഈ പള്ളി ഒരു മനോഹരമായ അല്ലാഹുവിന്റെ ഒരു ഭവനമാക്കി നാം മാറ്റി. ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ദ്വാരക്കണം എന്ന് തന്നെ ഇല്ല, ദ്വാ ഇല്ലാതെ തന്നെ ആൾക്കാരെ അല്ലാഹു തആല കബൂൽ ചെയ്യുന്നതാണ്. അത്ര വലിയ ഒരു അമലാണ്. അല്ലാഹുവിന്റെ ഭവനമാണ് നമ്മുടെ ഈ പള്ളി. അപ്പൊ ഇന്ന് നമുക്ക് ദുആ ചെയ്യാനുള്ളത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആ കഅബയുടെ പണി തുടങ്ങിയിട്ട് അവസാനിക്കുന്നത് വരെ രണ്ടുപേരുടെയും ദുആ ഇതാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബേ ഇത് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണോ. അപ്പൊ അതുപോലെ എന്തിനീ സ്വീകരിക്കണമെന്ന് പറയുന്നത്, അത് ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണുന്നു. 7 വയസ്സ് മുതൽ ഒരു ശ്വാസം ഒരു അനാവശ്യമായി കളഞ്ഞിട്ടില്ല. അങ്ങനെ ഒരുപാട് അമലുകൾ ഓർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഗസാലി റഹിമഹുല്ല ഓർ ചെയ്ത ഏറ്റവും വലിയ ഒരു ഇബാദത്ത് ഏതാണ് എന്ന് നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്ക്. ഇപ്പൊ സലാമുസ്താനോട് ചോദിച്ചു നോക്ക്. ഗസാലി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ചെയ്ത, ഇന്ന് ജീവിച്ചിരിപ്പുള്ള, ഇന്നും ലോകത്ത് കാണുന്ന വലിയ അമൽ ഏതാണ് എന്ന് ചോദിച്ചാൽ ഓറും പറയും അത് ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബാണ് എന്ന്. അത് പറയാത്ത ആരുമില്ല. അറിയപ്പെട്ട കിതാബാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ. അങ്ങനെ ഓരോ ഈ അമലുകളൊക്കെ ചെയ്തിട്ട് അവസാന കാലം 2-3 വർഷം പള്ളിയുടെ മുനാരത്തിന്റെ അടിയിൽ ഇരുന്ന് ഇബാദത്തും ചെയ്തിരുന്നു. വെറും ഇബാദത്തിലായിട്ട് കഴിഞ്ഞുകൂടി. ഓർ വഫാത്തായപ്പോൾ ഔലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് മഹാനവറുകളെ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടിട്ട് ചോദിച്ചു, നിങ്ങൾ ചെയ്ത അമലിന്റെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ അള്ളാഹ് സ്വീകരിച്ച അമലേതാണ്? ഓർ പറഞ്ഞത്, ഉസ്താദൊക്കെ പറയുന്ന പോലെ ഇഹ്യാ ഉലൂമുദ്ദീനാണെന്നല്ല ഓർ പറയേണ്ടത്. ഓർ പറഞ്ഞത് ഞാൻ ചെയ്ത എല്ലാ അമലുകളും, 7 വയസ്സ് മുതൽ ഞാൻ ചെയ്ത എല്ലാ അമലുകളും റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ വെളിവാക്കപ്പെട്ടു. എന്നാൽ ആ അമലൊന്നും റബ്ബുൽ ഇസ്സത്ത് സ്വീകരിച്ചില്ല. ഇഹ്യാ ഉലൂമുദ്ദീൻ അടക്കം സ്വീകരിച്ചില്ല. പിന്നെ റബ്ബ് സ്വീകരിച്ചത് എന്താണ്? അത്
അല്ലാഹു തആല സ്വീകരിച്ചത് ഞാൻ കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കലമിൽ നിന്ന് ഒരു ഈച്ച വന്ന് അല്പം മഷി കുടിച്ചു. അപ്പോൾ ഈച്ചക്ക് ദാഹമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ പേന ഞാൻ അവിടെ വെച്ചു. ഈച്ച ദാഹം തീരുന്നത് വരെ മഷി കുടിച്ചിട്ട് ഈച്ച പോയതിന് ശേഷം ഞാൻ ഈ പേന എടുത്ത് എഴുതാൻ തുടങ്ങി. എന്നാൽ ഞാൻ ചെയ്ത അമലിന്റെ കൂട്ടത്തിൽ റബ്ബുൽ ഇസ്സത്ത് അതേ സ്വീകരിച്ചിട്ടുള്ളൂ. മറ്റെന്തായി, മറ്റ് അമലുകൾ എന്തായി, ഇഹ്യാ ഉലൂമുദ്ദീൻ പോലത്തെ അമലുകൾ എന്തായി എന്ന് ചോദിച്ചപ്പോൾ ഓർ പറഞ്ഞത്, ഈ ഈച്ചക്ക് ആ മഷി കൊടുത്തതിൻ്റെ, ഈച്ചയുടെ ദാഹം തീർത്തതിന് കാരണമായിട്ട് എൻ്റെ മറ്റെല്ലാ അമലും അല്ലാഹു സ്വീകരിച്ചു. ഇഹ്യാ ഉലൂമുദ്ദീൻ അടക്കമുള്ള എൻ്റെ എല്ലാ അമലുകളും റബ്ബുൽ ഇസ്സത്ത് സ്വീകരിച്ചു. സ്വീകരിക്കാൻ കാരണം എന്താണ്? ഈ ഈച്ചക്ക് കൊടുത്ത ഈ മഷിയാണ്. അമലിന്റെ കൂട്ടത്തിൽ ചില അമലുകളുണ്ട്, അത് സ്വീകരിച്ചു കിട്ടണം. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടി ദ്വാരുന്ന ദുആ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്തി വ ഇസ്മായിൽ റബ്ബനാ തഖബ്ബൽ മിന്നാ. അപ്പം അതുകൊണ്ട് അമൽ സ്വീകരിക്കണം. അൽഹംദുലില്ലാഹ്, ഈ പള്ളിക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ പല വിധത്തിലും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. തടി കൊണ്ട്, അതുപോലെ സമ്പത്ത് കൊണ്ട്, ഒന്നുമില്ലെങ്കിൽ മനസ്സറിഞ്ഞ് സന്തോഷിച്ച ആൾക്കാരുണ്ട്. സമ്പത്ത് നൽകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അൽഹംദുലില്ലാഹ്, നമ്മുടെ നാട്ടിലെ റബ്ബിന്റെ ഭവനമാണല്ലോ ഇത്ര ഭംഗിയായി തീർന്നത് എന്ന് ഓർത്ത് സന്തോഷിച്ചവരുണ്ടാവും. ഇതൊക്കെ റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ വെച്ച് ദുആ ചെയ്യാം. അതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ദുആ. അങ്ങനെ ദ്വാരന്നിട്ട് ആ ദുആ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രയാസമുള്ള ഘട്ടം ആ ഖബറിൽ നിന്ന് ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന മലക്ക് സൂറെന്ന കാഹളത്തിൽ ഊതിയിട്ട് ആ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഅ്ശറയിലേക്ക് പോകുന്ന ആ സമയമാണ് ഏറ്റവും പ്രയാസമുള്ള സമയമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ഖബറിൽ നിന്ന് എഴുന്നേറ്റിട്ട് മഅ്ശറയിലേക്ക് പോകുമ്പോൾ അൽഹംദുലില്ലാഹ് ഈ അമല് നമ്മിൽ നിന്ന് സ്വീകരിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ഖബറിന്റെ നേരെ ഈ പള്ളി വരും വാഹനമായിട്ട്. എന്നിട്ട് നമ്മെ കയറ്റിയിട്ട് മഅ്ശറയിലേക്ക് പോകും. ഉളഹിയത്തറുത്ത മൃഗത്തിനെ പോലെ തന്നെ നമ്മുടെ വലിയൊരു വാഹനമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ മനോഹരമായ പള്ളി. റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാവട്ടെ. പിന്നെ അൽഹംദുലില്ലാഹ്, നോമ്പാണെങ്കിൽ വളരെ വളരെ അടുത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അമല് സ്വീകരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നാൽ റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുന്ന വലിയ ഒരു അമലാണ് നോമ്പ്. എന്താ അതിന്റെ കാരണം എന്നറിയോ? ഈ ഈച്ചക്ക് മഷി കൊടുത്തപ്പോൾ അത് കബൂലാക്കാൻ എന്താ കാരണം? ഒരു പാതിരാ നേരത്താണ്, ഒരു റൂമിൽ വെച്ച് കിതാബ് എഴുതുന്ന സമയമാണ്, ആരും കാണാൻ ഒന്നുമില്ല. ഈ ഈച്ചക്ക് ഈ തേൻകൊടി, ഈ മഷി കൊടുക്കുന്നതിൽ യാതൊരു ലക്ഷ്യവുമില്ല, റബ്ബിന്റെ തൃപ്തിയല്ലാത്ത. അപ്പൊ ഏറ്റവും കൂടുതൽ ശക്തി അതിനുണ്ട്. അതുകൊണ്ടാണ് റബ്ബ് അത് സ്വീകരിച്ചത്. അപ്പൊ അമലിന്റെ കൂട്ടത്തിൽ വലിയ ശക്തിയുള്ള ഒരു അമലാണ് നോമ്പ്. നോമ്പിനെ കുറിച്ച് 2-3 വാക്ക് പറഞ്ഞു തരാം. അതായത് അഷ്റഫുൽ ഖൽഖ് താഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പരദേശി വന്നിട്ട് പറഞ്ഞു, നബിയെ, മഴയില്ലാതെ വല്ലാതെ വിഷമമുണ്ട്. വീടുകളിൽ നിന്ന് കുട്ടികളുടെ കരച്ചിൽ കേൾക്കാൻ സാധിക്കുന്നില്ല നബിയെ. അതുപോലെ ആടുമാട് ഒട്ടകങ്ങളുടെ കരച്ചിൽ കേൾക്കാൻ സാധിക്കുന്നില്ല നബിയെ. മഴയില്ല, വല്ലാതെ പ്രയാസമാണ്, ദുആ ചെയ്യണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 കൈ ഉയർത്തി ഖുതുബയുടെ ഇടയിൽ തന്നെ ദുആ ചെയ്തു. ദ്വാരന്ന് കയ്യലോടുകൂടി ശക്തിയായ മഴ. സഹാബത്ത് പറയുന്നു, പള്ളിയിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് ജുമാ കഴിഞ്ഞ് പോകുമ്പോൾ നബിയുടെ താടിയിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അടുത്ത വെള്ളിയാഴ്ച ഖുതുബ ഓതാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറിയപ്പോൾ ഈ സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, മഴ കൊണ്ട് വല്ലാതെ വിഷമമുണ്ട്, ഒന്ന് നിർത്താൻ വേണ്ടി ദുആ ചെയ്യണോ? കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞത് മഴ ഇല്ലാതെ മഴയ്ക്ക് വേണ്ടി ദ്വാരക്കണം. ഈ വെള്ളിയാഴ്ച പറയുന്നത് ആ മഴ ഒന്ന് നിർത്തിക്കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. ഈ മഴ എന്താ നിൽക്കാതിരിക്കാനുള്ള കാരണം എന്താണ്?
അത് റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് ആ മഴ ഞാൻ പെയ്യിപ്പിച്ചത് ആരംഭ നബി ദ്വാരന്നിട്ട് പെയ്ത മഴയാണ്. നബി ദ്വാരന്നിട്ട് പെയ്ത മഴ ഞാൻ നിർത്തുകയില്ല. നബി എന്നെ ദ്വാരന്നാലേ നിർത്തൂ. അത് ഒരാഴ്ച ഈ മഴ ഇങ്ങനെ പെയ്തു. അപ്പൊ നബി ദ്വാരന്നപ്പോ ആ മഴ നിർത്തി. അള്ളാഹ് നബിയെ ബഹുമാനിച്ചിട്ട് നമുക്ക് കാണിച്ചു തന്ന മോഡലാണത്. ഇതാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ഒരൊറ്റ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. അത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പോയപ്പോൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചു. കഅബ ഒഴിവാക്കിയിട്ട് അള്ളാഹിന്റെ കൽപ്പന അനുസരിച്ച് 16 17 മാസം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചു. നബിക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടവുമില്ല. പിന്നെ അള്ളാഹിന്റെ കൽപ്പനയായതുകൊണ്ട് പൂർണ്ണമായ രൂപത്തിൽ ഇഷ്ടപ്പെട്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തുടങ്ങിയ നബിമാരുടെ കിബിലയാണല്ലോ, അതെങ്ങനെയാണ് മാറ്റുക? എന്നാൽ അള്ളാഹിന്റെ കൽപ്പന അനുസരിച്ച് 16 17 മാസം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചു. അവസാനം നബി എന്ത് ചെയ്തു? മെഹ്റാബിലേക്ക്, ഒരു ളുഹ്ർ നിസ്കാരത്തിന് വേണ്ടി മെഹ്റാബിലേക്ക് പോവുകയാണ്. മെഹ്റാബിലേക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്ന് ആകാശത്തേക്ക് നോക്കി. ആകാശത്തേക്ക് നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സങ്കടത്തോടെ മെഹ്റാബിലേക്ക് പോയി. എന്തിനാ ആകാശത്തിലേക്ക് നോക്കിയത്? ഈ നിസ്കാരത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വഹയ്യുമായി വരും. എന്തിന്? കഅബ മാറ്റിയിട്ട് കിബില മാറ്റിയിട്ടുണ്ട്, പഴയ കഅബയിലേക്ക് തന്നെ തിരിഞ്ഞു നിസ്കരിച്ചോ എന്ന കൽപ്പനയും കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നുണ്ടോ എന്ന് സന്തോഷത്തോടു കൂടി ഒന്ന് നോക്കിപ്പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച് 2 റക്അത്ത് ആയപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബിയോട് പറയുന്നത്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹ ഫവല്ലി വജ്ഹക സത്റൽ മസ്ജിദിൽ ഹറാം വഅയ്തുമാ കുന്തും ഫവല്ലു വുജൂഹകും സത്റൽ മസ്ജിദിൽ ഹറാം. 2 റക്അത്ത് കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. നബിയെ, നിങ്ങൾ മെഹ്റാബിലേക്ക് പോകുമ്പോൾ ആകാശത്തിലേക്ക് നോക്കിയല്ലോ, ഒന്ന് കിബില മാറ്റിക്കിട്ടണമെന്നുള്ള എനിക്ക് ആ മാറ്റിക്കിട്ടണമെന്ന ആഗ്രഹം നിങ്ങൾ മേൽപോട്ടേക്ക് നോക്കിക്കൊണ്ടിരുന്നത് റബ്ബ് കണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് വേണം? നബിയെ, ഫവല്ലി വജ്ഹക സത്റൽ മസ്ജിദിൽ ഹറാം. ഇനിയുള്ള ബാക്കി 2 റക്അത്തിൽ നബിയെ കഅബയിലേക്ക് മുന്നിട്ട് നിസ്കരിക്കണോ? അപ്പൊ ഒരു നിസ്കാരത്തിൽ 2 ഖിബില, മസ്ജിദുൽ ഖിബലത്തൈൻ. അപ്പൊ ചില മഹാന്മാര് ചോദിക്കുന്നു, അത് അടുത്ത നിസ്കാരത്തിലാക്കിയാ പോരെ? ഈ നിസ്കാരത്തിൽ ഇത് തിരിയുമ്പോ ഒരു തസ്വീഷൊക്കെ ഉണ്ടാവും അല്ലേ? പെട്ടെന്നാണല്ലോ ഇമാമും മഅ്മൂമിങ്ങളും എല്ലാം കൂടി തിരിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിയുന്നത് കാണുമ്പോൾ സഹാബത്ത് പേടിച്ചു, എന്താ സംഭവിച്ചത്? അപ്പൊ ഈ നിസ്കാരം കഴിഞ്ഞ അടുത്ത നിസ്കാരത്തിലേക്ക് നീട്ടിവെച്ചൂടെ? മഹാന്മാര് പറയുന്നു അത് പോരാന്ന്. റബ്ബുൽ ഇസ്സത്ത് അത് ഇഷ്ടപ്പെടുകയില്ല. നബി എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് റബ്ബുൽ ഇസ്സത്ത് അന്നേരം തന്നെ പൂർത്തിയാക്കി കൊടുക്കും. അതുകൊണ്ടാണ് നിസ്കാരം കഴിയുന്നതിന് മുമ്പ് തന്നെ കിബില മാറ്റിയത്. തീർന്നില്ലേ? അപ്പൊ നബിയെ കുറിച്ച് ഞാൻ 2 കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഇതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന മലക്ക് അവസാനം കാഹളത്തിൽ ഊതിയിട്ട് നശിക്കാനുള്ള വസ്തുക്കൾ മുഴുവനും നശിച്ച് ഭൂമി സമനിരപ്പാവുകയാണ്. ഭൂമിയുടെ ഒരു തലക്ക് നിന്നൊരു മുട്ട ഉരുട്ടിയാൽ അടുത്ത ഭൂമിയുടെ മറ്റേ തലക്കേക്ക് അത് പോകും. അത്ര സമനിരപ്പുള്ളതായി ഭൂമി മാറുകയാണ്. അതിനുശേഷം റബ്ബുൽ ഇസ്സത്ത് ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്രായീൽ അലൈഹിസ്സലാം 4 മലക്കുകളെ വിളിച്ചിട്ട് പറയുന്നത്, നിങ്ങൾ റൗള ഷരീഫിന്റെ അടുക്കൽ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടിയിട്ട് മഅ്സറയിലേക്ക് വരണോ, മഅ്സറ തുടങ്ങാൻ വേണ്ടി. ഈ 4 മലക്കുകളും അന്വേഷിച്ചു പോയി. റൗള ഷരീഫ് കാണുന്നില്ല, കാരണം നശിച്ച കൂട്ടത്തിൽ അതും നശിച്ചിട്ടുണ്ട്. അവരന്വേഷിച്ചു പോയി. അവസാനം റബ്ബുൽ ഇസ്സത്ത് എന്ത് ചെയ്തു?
ആ റൗള ഷരീഫിന്റെ അടുക്കൽ നല്ലൊരു പ്രകാശം കാണിച്ചു കൊടുത്തു. അപ്പൊ മലക്കുകൾക്ക് മനസ്സിലായി ഇതാണ് റൗള. ആ റൗളയുടെ അടുക്കൽ ചെന്ന് നിന്നിട്ട് ഈ 4 മലക്കുകളും കൂടി അന്യനെ നോക്കുകയാണ്. എല്ലാരും പറയുന്നു ജിബ്രീൽ അലൈഹിസ്സലാമിനോട്, ജിബ്രീലെ നിങ്ങൾ വിളിക്കണമെന്ന്, നബിയെ വിളിക്കണോ? പക്ഷെ 4 മലക്കുകൾക്കും ധൈര്യമില്ല സ്വന്തമായി വിളിക്കാൻ. വിളിച്ചെന്നെങ്കിൽ തെറ്റിപ്പോയെങ്കിൽ പണിയാണ്. അപ്പൊ എന്ത് ചെയ്തു? 4 മലക്കുകളും കൂടി പറഞ്ഞു ഒന്നിച്ച് വിളിക്കാം. അങ്ങനെ 4 മലക്കുകൾ കൂടി അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖും ബിഇസ്നില്ലാഹ് എന്ന് പറയുകയാണ്. സലാം ചൊല്ലിയിട്ട് പറഞ്ഞ് അള്ളാഹിന്റെ കൽപ്പന അനുസരിച്ച് നബിയെ എഴുന്നേറ്റ് നിൽക്കണമെന്ന്. പെട്ടെന്ന് ഖബർ പൊട്ടിക്കേറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരീരത്തിൽ നിന്നും വസ്ത്രത്തിൽ നിന്നും മണ്ണ് തട്ടുകയാണ്. മണ്ണ് തട്ടിയിട്ട് എഴുന്നേറ്റിട്ട് സഹാബ ഈ 4 മലക്കുകളോട് ചോദിച്ചു ഖിയാമത്ത് നാളായോ? അപ്പൊ പറഞ്ഞു ഖിയാമത്ത് നാളായി നബിയെ, മഅ്ശറയിലേക്ക് നിങ്ങളെ കൂട്ടിപ്പോകാൻ റബ്ബിന്റെ കൽപ്പനയുണ്ട്, ബുറാക്കുമായി വന്നിരിക്കുകയാണ്. ആ ബുറാക്കിന്റെ പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅ്ശറയിലേക്ക് ചെന്ന് മഅ്ശറയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികളെ അന്വേഷിച്ചു. അപ്പൊ ഉമ്മത്തികള് ഖബറിൽ നിന്ന് ഹയാത്താകുമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കോല് വാങ്ങിയിട്ട് നേരെ സ്വർഗത്തിലേക്ക് പോവുകയാണ്. സ്വർഗത്തിൽ പോയിട്ട് സ്വർഗം തുറന്നു വെച്ചു. മിഫ്താഹുൽ ജന്ന, അഷ്റഫുൽ ഖൽഖിന്റെ പേരാണ് സ്വർഗത്തിന്റെ താക്കോൽ, അത് നബിയുടെ പേരാണ്. സ്വർഗം തുറന്നു വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിന്റെ തെല്ലിൽ നിൽക്കുകയാണ്. അവിടെ നിന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യുന്നു, റബ്ബി സല്ലിം സല്ലിം, റബ്ബെ ഉമ്മത്തികളെ രക്ഷപ്പെടുത്തണോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദ്വാരന്നു കൊണ്ടിരിക്കുമ്പോൾ സിറാത്ത് പാലത്തിന്റെ ഇടത് വശം ഒരു കൂരിരുട്ടുള്ള സ്ഥലം. എല്ലാവരും ഇത് ശ്രദ്ധിക്കണം, വലിയ ശക്തിയായ ഇരുട്ടാണ്. ആ ഇരുട്ടുള്ള സ്ഥലത്ത് കുറെ ആൾക്കാരെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം അവരെ കണ്ടപ്പോൾ അവരുടെ ഭാഗത്തേക്ക് ചെന്നിട്ട് സലാം ചൊല്ലിയിട്ട് ചോദിച്ചു നിങ്ങൾ ആരാണ്? അപ്പം പറഞ്ഞു നബിയെ, സബാനിയാക്കളായ മലക്കുകള് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങളെ ചങ്ങലക്കിട്ട് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഹിസാബ് കഴിഞ്ഞ ഉടനെ ഞങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകും നബിയെ, അതുകൊണ്ട് നബിയെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി നബി 2 കൈ ഇങ്ങനെ ഉയർത്തുകയാണ്. ഇതാരാ കൈ ഉയർത്തുന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിസ്കാരത്തിൽ തന്നെ കിബില മാറ്റിക്കൊടുത്തു. മഴ പെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും മഴ നിന്നില്ല. നബി എന്നെ ദ്വാരനാലേ നിർത്തൂന്ന് റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. അതേ നബിയാണ് 2 കൈ ഉയർത്തിയിട്ട് ദ്വാരക്കുന്നത്. ഈ സബാനിയാക്കൾ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കെട്ടിയിട്ട ചങ്ങലക്കിട്ട ഇവരെ ദ്വാരക്കാൻ കൈ ഉയർത്തിയപ്പോഴാണ് സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ, വലിയ ഒരു കിരീടധാരി നബിയുടെ മുമ്പിൽ വന്നിട്ട് നബിയോട് പറയുന്നു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിയെ വെറുക്കരുത്, അതബുകേട് തോന്നരുത് നബിയെ, റബ്ബിന്റെ കൽപ്പനയാണ് നബിയെ, നിങ്ങൾ അവർക്ക് വേണ്ടി ദ്വാരക്കരുത്. സുബ്ഹാനല്ലാഹ്, എത്ര കടുപ്പമാണ്, ആലോചിച്ചു നോക്കൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കും നിങ്ങൾ ആരാണ്? അപ്പോഴാണ് ഈ സുന്ദരനും സുമുഖനുമായ ഈ ചെറുപ്പക്കാരൻ പറയുന്നത് നബിയെ, ഞാൻ ആരാണ്? ഞാനാണ് പരിശുദ്ധ റമളാൻ മാസം. എനിക്ക് റബ്ബുൽ ഇസ്സത്ത് ഈ രൂപം നൽകിയിട്ട് എന്നെ മഅ്ശറയിൽ കൊണ്ടുവന്ന് ഒരു സിംഹാസനത്തിൽ ഇരുത്തിയിരിക്കുകയാണ്, നോമ്പുകാർക്ക് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി. എന്നാ നബിയെ, ഈ കൊണ്ടുവന്ന് നിർത്തിയവരാരാണെന്നറിയോ? റമളാൻ മാസമാകുന്ന ഞാൻ അവരിലേക്ക് കടന്നു ചെന്നിട്ട് അവര് തീരെ എന്നെ പരിഗണിച്ചില്ല, നോമ്പ് നോറ്റില്ല, അവരാണ് നബിയെ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നബിയെ ശഫാഅത്ത് ചെയ്യരുത് എന്ന്. ഈ സുന്ദരനും സുമുഖനുമായ ചെറുപ്പക്കാരനിക്ക് വേണ്ടിയാണ് റമളാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച മിമ്പറിൽ വെച്ച് ലോകത്തുള്ള എല്ലാ ഖതീബുമാരും സലാം ചൊല്ലുന്നത് അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ, അസ്സലാമു അലൈക യാ ശഹ്റ റഹ്മത്തി വർ-റിദ്വാൻ. ഈ മലക്കുകൾ സലാം, ഈ ഖതീബുമാർ സലാം ചൊല്ലുന്നത് ഈ സുന്ദരനും സുമുഖനുമായ ചെറുപ്പക്കാരനിക്കാണ്. നബി ശഫാഅത്ത് ചെയ്യാതെ തിരിച്ചു പോവുകയാണ്. ഇനി ഇവരെ രക്ഷപ്പെടുത്താൻ ആരുമില്ല. അതാണ് നോമ്പിന്റെ കാര്യം. അതുകൊണ്ട് നോമ്പിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നോമ്പ് നോറ്റ് 27 റമളാൻ 27 ആയാൽ ഈ ടൗണിലൊക്കെ പോയി
ഈ ശരീരമൊന്നും മറക്കാതെ ഒക്കെ പോയി അവിടെ നിന്നുള്ള ആ ബഹളം ഇതൊക്കെ ഈ റമദാൻ മാസം കാണുമല്ലോ. അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പഴയ കാലത്ത് പെരുന്നാളിന്റെ വസ്ത്രം പോലും റമദാനിന് മുമ്പ് വാങ്ങി വെച്ച് റമദാൻ മാസത്തെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഏത് വീടുകളിൽ ചെന്നാലും ഉമ്മമാരെ നിസ്കാരക്കുപ്പായൊക്കെ കഴുകി വൃത്തിയാക്കുന്ന സമയമാണ് ഈ സമയം. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇനി നോമ്പിനെ ബഹുമാനിച്ചാൽ എന്താണ്? മഅ്സറയിൽ നിന്ന് ഹിസാബ് പോലും നടന്നിട്ടില്ല. മഅ്സറയിൽ നിന്ന് വിഷമിക്കുന്ന സമയമാണ്. ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് പാറിപ്പോകുന്നത്. സ്വർഗത്തിന്റെ പാറാവുകാരായ മലക്കുകൾ ചോദിക്കും, നിങ്ങൾ ആരാണ്? അപ്പം പറയും, ഞങ്ങൾ നോമ്പുകാരാണ്. ദുനിയാവിൽ വെച്ച് രഹസ്യമായി അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തവരാണ്. റബ്ബുൽ ഇസ്സത്ത് ഞങ്ങളെ രഹസ്യമായി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പം മലക്കുകളെ ഇവരോട് സ്വർഗത്തിൽ കയറാൻ വേണ്ടി പറയും. സ്വർഗത്തിന്റെ 8 വാതിലുകളും തുറന്നു വെച്ചിട്ട് മലക്കുകൾ കൈപിടിച്ചിട്ട് നോമ്പുകാര് സലാം ചൊല്ലിയിട്ട് സ്വർഗത്തിലേക്ക് കയറ്റാൻ നോക്കുമ്പോൾ ഈ നോമ്പുകാര് പറയുന്നു, എല്ലാ വാതിലിൽ കൂടി ഞങ്ങൾക്ക് കയറാൻ പറ്റുകയില്ല. ഞങ്ങൾക്കൊരു സ്പെഷ്യൽ വാതിലുണ്ട്, ഗേറ്റ് ഉണ്ട്, ബാബുർ റയ്യാൻ. അതിൽ കൂടിയേ ഞങ്ങൾക്ക് കയറിക്കൂടൂ, ഞങ്ങൾ നോമ്പുകാരാണ്. അങ്ങനെ മലക്കുകളെ സലാം ചൊല്ലി ഇവരെ ആനയിച്ച് ആ റയ്യാൻ എന്ന വാതിലിൽ കൂടി സ്വർഗത്തിലേക്ക് കയറ്റുകയാണ്. മഅ്സറ നടക്കാൻ തുടങ്ങിയിട്ടില്ല. വലിയൊരു ഭാഗ്യമാണല്ലോ അത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് റഹ്മാനുർ റഹീമായ റഹ്മാൻ, ആ റമദാൻ എത്തുന്നതിന് മുമ്പ് റബ്ബേ നീ ഞങ്ങൾ ആരെയും മൗത്താക്കി കളയല്ല റഹ്മാൻ. റമദാനിനെ സ്വീകരിക്കാനും സന്തോഷത്തോടു കൂടി യാത്ര അയക്കാനുമുള്ള ഭാഗ്യം റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് നേരത്തെ റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് പറഞ്ഞ മാതിരി ഈ നോമ്പിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ആ നോമ്പിന്റെ പ്രത്യേകതയാണ്, ഇപ്പൊ ഒരു റമദാൻ മാസമാണ്, 27 പിന്നെ ഒരു ജുമാന്റെ സമയമാണെന്നൊക്കെ മനസ്സിൽ തോന്നും. ഞാൻ നിങ്ങളോട് ഖുതുബ ഓതുകയാണ്, അങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ മതി. എനിക്കിപ്പോ നോമ്പുണ്ടോ ഇല്ലേ പറയാൻ കഴിയോ? ഒരാളെ കൊണ്ടും കഴിയില്ല. അപ്പൊ ഞാൻ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ, നോമ്പ് എന്ന് പറഞ്ഞ ഇബാദത്ത് അത് കണ്ടുപിടിക്കാൻ ലോകത്ത് ഒരു മഖ്ലൂക്കിനും ഒരു വിധത്തിലും സാധിക്കുകയില്ല. ഞങ്ങളൊക്കെ ചെറുപ്പത്തില് പിന്നെ മഗ്‌രിബിന്റെ സമയത്ത് പത്തിരി കിട്ടണമെങ്കിൽ നോമ്പ് നോക്കണം. സ്കൂള് വിട്ട് വന്ന് വല്ലാതെ ദാഹിച്ചിട്ടുണ്ടാവും. സ്കൂള് വിട്ട് വന്ന് പിന്നെ പള്ളിയിൽ പോയി അസ്ർ നിസ്കരിച്ച് കൊണ്ട് പീടിയിൽ പോയി സാധനം മേടിച്ചുകൊണ്ട് കൊടുത്ത് ഇങ്ങനെ എന്ത് ചെയ്താലും സമയം പോയില്ല. അവസാനം ഒന്നും കഴിയുന്നില്ലെങ്കിൽ പൃഥ്വിക്കായന്റെ മേലെ പോയി കയറിയിട്ട് ഇങ്ങനെ കളിക്കും. അങ്ങനത്തെ ഒക്കെ ഒരു പ്രായം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. പിന്നെ സ്കൂള് വിട്ട് വന്നാൽ ഏകദേശം ഇന്നത്തെ ഒരു 2 ആഴ്ച കഴിഞ്ഞാലും മഗ്‌രിബാവില്ല, അത്ര ദീർഘമാണ്. പഴയ ആൾക്കാരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. എന്നാൽ ഞങ്ങൾ കിണ്ടിന്ന് വെള്ളം എടുത്ത് കുടിക്കും. വായിക്കോളി തുപ്പുന്ന മാതിരിയാക്കിയിട്ട് കിണ്ടിന്ന് വെള്ളം കുടിക്കും. എന്തിനാ? ഈ പത്തിരി കിട്ടാൻ വേണ്ടി. ഇന്നത്തെ കുട്ടികൾക്ക് പത്തിരി മേശമ വെച്ച് കൊടുത്താൽ വേണ്ട, വരുന്നില്ല തിന്നാൻ വേണ്ടി. അങ്ങനത്തെ കാലാണിത്. അപ്പം ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇബാദത്താണ്. അത് മറ്റുള്ളവർക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഈ ഈച്ചക്ക് മഷി കൊടുത്ത പോലെയാണ്. അതുകൊണ്ട് ആ നോമ്പിന്റെ കാര്യത്തിൽ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. നിർത്തി, കുറച്ച് താമസിച്ചു പോയതിന് തേനുണ്ട്. എന്താ തേൻ ചെയ്യണ്ട്? ₹500 വെച്ച് കൊടുത്തെന്നാ പറയും. കുറഞ്ഞു പോയി തോന്നല്ല. പിന്നെ ₹500 ഇല്ലാത്തവർക്ക് സങ്കടം ഉണ്ടാവും. ആ പാവങ്ങൾ എന്താ ചെയ്യാം? ഒരു ₹500 മിനിമം പറഞ്ഞിട്ടുണ്ട്. അത് വാങ്ങിയിട്ട് എല്ലാവരും ആ തേൻ എടുക്കുക. തേൻ കുറച്ചേ ഉള്ളൂ, എല്ലാവർക്കും കിട്ടിക്കോളൊന്നുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് അത് വാങ്ങി തീർക്കണം. എന്നിട്ട് തേന് വീട്ടിൽ കൊണ്ടുവെക്കുക. എന്തെങ്കിലും മാരകമായ അസുഖമൊക്കെ ഉണ്ടാകുമ്പോൾ, അതുപോലെ സക്രാത്തിന്റെ സമയത്തൊക്കെ തൊട്ട് കൊടുക്കുക. അപ്പൊ എല്ലാവരും അത് വാങ്ങിയിട്ട് വീടുകളിൽ കൊണ്ടുപോയി സൂക്ഷിക്കുക. ഖുർആൻ പ്രത്യേകം പറഞ്ഞതാണ് തേനിൽ ശിഫയുണ്ട്. അപ്പൊ തേനിൽ ശിഫയുണ്ട് എന്നതിൽ സംശയിക്കാനൊന്നുമില്ല. റഹ്മാനുർ റഹീമായ റഹ്മാന്, ആ തേന് വാങ്ങി ഉപയോഗിക്കുന്നവർക്ക് റബ്ബേ വല്ല രോഗവും ഉണ്ടെങ്കിൽ ആ തേനിൽ ശിഫയുണ്ട് എന്ന് നിന്റെ ഖുർആൻ പറഞ്ഞതാണ് റഹ്മാന്. ആ ശിഫ നീ അവർക്ക് ലാഹിറാക്കി കൊടുക്കണേ റഹ്മാന്. ശിഫ നൽകണേ അല്ലാഹ്. ആ തേനിന് നൽകുന്ന ആ സംഭാവന, ആ സദഖ റബ്ബേ അവരിൽ നിന്ന് നീ കബൂലാക്കണേ അല്ലാഹ്.
ഈ മനോഹരമായ പള്ളിയുടെ മുമ്പിൽ വെച്ച് ദ്വാരക്കുന്നതാണ് റഹ്മാൻ. ആ തേന് വാങ്ങുന്നവർക്ക് റബ്ബേ ഈ തക്കതായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ആ സംഖ്യ സ്വർഗത്തിന്റെ വിലയായി അവരിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്. അതുപോലെ റബ്ബേ ആ തേനിന് നൽകുന്ന സംഖ്യ അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറുകളിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആ തേനിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ദുനിയാവിലുള്ള വെള്ളം മുഴുവനും കുടിച്ചാലും ദാഹം തീരാത്ത സക്കറാത്തിന്റെ സമയം ഈ തേനിന്റെ ബറക്കത്ത് കൊണ്ട് ദാഹം തീർന്ന് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാന്. ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു തന്നാൽ അൽഹംദുലില്ലാഹ്. ആ തേനങ്ങോട്ട് കൊടുത്തയക്കുന്നുണ്ട്. ഉമ്മമാരുടെ ഭാഗത്തേക്കും അതുപോലെ ഉപ്പമാരുടെ ഭാഗത്തേക്കും തേൻ കൊടുത്തയക്കുന്നുണ്ട്. വീടിന് കൊടുക്കാം. ആവശ്യമുള്ളവർ പെട്ടെന്ന് വരിക, മറ്റ് അങ്ങോട്ട് കൊടുത്തയക്കുകയും ചെയ്യാം. പിന്നെ തേന് ഇൻഷാ അല്ലാഹ് എല്ലാവരും അത് പെട്ടെന്ന് വാങ്ങി തീർക്കുക. പിന്നെ ഒരു 3-4 ദിക്റുണ്ട്, ചെറിയ ദിക്റാണ്. അപ്പം തേന് കൊടുക്കുന്നതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ആ ദിക്റ് ചെല്ലാം. എല്ലാവരും അച്ചടക്കത്തോടുകൂടി ആ തേന് വാങ്ങുക. പിന്നെ സ്ത്രീകളുടെ ഭാഗത്തേക്കും കൊടുത്തയക്കുക. പിന്നെ ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫളീലത്തുള്ള അഫ്ളലായ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. ആ ദിക്ർ ഒരു 11 ദിക്ർ എല്ലാവരും ചൊല്ലുക. ആ ദിക്ർ ചൊല്ലുമ്പോൾ അൽഹംദുലില്ലാഹ് എല്ലാവരും മനസ്സിൽ കരുതേണ്ടത് നമ്മുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവണം. അത് ചൊല്ലിയിട്ട് മരിക്കണം എന്ന നിയ്യത്തോടു കൂടി ആ 11 ദിക്ർ ചൊല്ലുക. കാരണം ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. നിങ്ങളുടെ ആ പള്ളിയുടെ ആ പ്രവൃത്തി പൂർത്തിയായ ദിവസമാണ്. നമ്മൾ മനസ്സിൽ കരുതിയാൽ ആ നിയ്യത്ത് റബ്ബ് സ്വീകരിക്കും. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹാ നഹിയ വഅലൈഹാ നമൂതു വഅലൈഹാ നുബഅസു ഇൻഷാ അല്ലാഹ്. പിന്നെ ദിക്റുകളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ദിക്റാണ്
അത് ഇൻഷാ അല്ലാഹ് ഒരു 7 പ്രാവശ്യം എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലണം. ആ സിക്റിൻ്റെ കൂട്ടത്തിൽ ആ പ്രധാനപ്പെട്ട സിക്ർ, അതായത് അഷ്റഫുൽ ഖൽഖ് താഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും ആ ബദർ യുദ്ധം തുടങ്ങാൻ പോകുന്നതിന് അല്പം മുമ്പ് രണ്ടുപേരും യുദ്ധക്കളത്തിൽ പോയിട്ട് സഹാബത്തിനെ നോക്കുകയാണ്. സഹാബത്തിനെ നോക്കി ഇപ്പോൾ ശത്രുക്കളും അതുപോലെ സഹാബത്തും അണിനിരന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധക്കളത്തിലേക്ക് നോക്കിയിട്ട് വല്ലാതെ കരഞ്ഞുപോയി. സിദ്ദീഖുൽ അക്ബർ ചോദിച്ചു, എന്താ നബിയെ കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സിദ്ദീഖ്, ഇതാ ഈ ബദറില് ഇബ്ലീസ് അവന്റെ സൈന്യങ്ങളുമായി ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ സഹാബത്തിന്റെ ഇടയിൽ ഈ പിശാചുക്കൾ വന്ന് നിൽക്കുന്നുണ്ട് സിദ്ദീഖ്. അപ്പം ഈ സഹാബത്തിന്റെ കൽബിൽ എന്തെങ്കിലും തോന്നിപ്പിച്ചു കൊടുത്താൽ യുദ്ധക്കളം വിട്ട് ഓടിക്കളയും, യുദ്ധത്തിൽ പരാജയപ്പെടും. അതുകൊണ്ട് വല്ലാതെ സങ്കടമുണ്ട് സിദ്ദീഖ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ സങ്കടപ്പെടണ്ട, അള്ളാഹിന്റെ സഹായമുണ്ടല്ലോ. അതുകൊണ്ട് നബിക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയ തമ്പ് ഈ യുദ്ധക്കളത്തിന്റെ അടുത്തുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സിദ്ദീഖുൽ അക്ബർ പറയുന്നു, നബിയെ നിങ്ങൾ ആ തമ്പിൽ ചെന്ന് 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹിനോട് ദുആ. നബിയും സിദ്ദീഖും കൂടി ആ തമ്പിന്റെ അടുത്തേക്ക് ചെന്ന് സിദ്ദീഖുൽ അക്ബർ കാവൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അവസാനത്തെ സുജൂദിൽ നബി വല്ലാതെ ദുആ ചെയ്യുകയാണ്. സിദ്ദീഖ് പറയുന്നു, ആ ദുആന്റെ കൂട്ടത്തിൽ അഷ്റഫുൽ ഖൽഖ് ഒരു സിക്ർ ചൊല്ലിയിട്ടുണ്ട്. എന്താ സിക്ർ? യാ ഹയ്യു യാ ഖയ്യൂം എന്ന സിക്ർ. ആ സിക്ർ കൂടുതലായി ആ സുജൂദിൽ ചൊല്ലിയിട്ടുണ്ട് നബി. അങ്ങനെ നിസ്കരിച്ച് സലാം കിട്ടി രണ്ടുപേരും യുദ്ധക്കളത്തിലേക്ക് ചെന്നു. അവിടെ എത്തിയപ്പോൾ സിദ്ദീഖ് പറയുന്നു, നബിയുടെ മുഖം 14-ാം രാവത്തെ ചന്ദ്രനെ പോലെ തിളങ്ങുന്നതായി എനിക്ക് കാണാൻ സാധിച്ചു. ഒരു വല്ലാത്ത സന്തോഷം നബിക്ക്. നബി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. സിദ്ദീഖുൽ അക്ബർ നബിയോട് ചോദിച്ചു, നബിയെ എന്ത് സംഭവിച്ചു? അപ്പം പറഞ്ഞു, ഇതാ ഈ യുദ്ധക്കളത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്രായീൽ അലൈഹിസ്സലാം, ഈ 4 മലക്കുകളുടെ അകമ്പടിയോടുകൂടി ധാരാളം മലക്കുകളെ അല്ലാഹു തആല യുദ്ധക്കളത്തിലേക്ക് ഇറക്കി പിശാച് ഇബ്ലീസും അവന്റെ സൈന്യവും ഓടിപ്പോകുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. മഹാന്മാര് പറയുന്നു, ഈ സിക്റിന്റെ ബറക്കത്താണത് എന്ന്. അപ്പൊ ദുആക്ക് മുമ്പ് ഒരു 7 പ്രാവശ്യം ആ സിക്ർ എല്ലാവരും ചൊല്ലുക. റബ്ബേ, ഈ സിക്റിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ നീ ഞങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും റബ്ബേ സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. എല്ലാ അപകടങ്ങളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം, 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 യാ ദായിമു യാ അല്ലാഹ്, യാ ഹയ്യു യാ ഖയ്യൂം, യാ ദായിമു യാ അല്ലാഹ്, യാ ഹയ്യു യാ ഖയ്യൂം, യാ ദായിമു യാ അല്ലാഹ്. ഇലാഹി അന്ത മഖ്സൂദി വറിളാക മത്ലൂബി. ഇനി സിക്റുകളുടെ കൂട്ടത്തിൽ ഒരു സിക്ർ കൂടി ചൊല്ലിയിട്ട് ബാക്കി ഇൻഷാ അല്ലാഹ് ദുആന്റെ ഇടയ്ക്ക് നമുക്ക് സിക്ർ ചൊല്ലി പൂർത്തിയാക്കാം. ഇനി ദുആന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സിക്റാണ് ഹസ്ബി അല്ലാഹ് എന്ന് പറഞ്ഞ സിക്ർ. ഹസ്ബി അല്ലാഹ്, അല്ലാഹ് എനിക്ക് മതി. എന്ത് പ്രയാസമുണ്ടാകുമ്പോഴും ഈ സിക്ർ വർദ്ധിപ്പിക്കുക. ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്. ഇത് കാരണം പറയുന്നത്, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദ് തീക്കുണ്ടിലേക്ക് എടുത്തെറിയുകയാണ്. സമയമായപ്പോൾ ആകാശത്തിൽ നിന്ന് മലക്കുകൾ വന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അള്ളാഹിനോട് ദുആ ചെയ്യണം നബിയെ, തീക്കുണ്ടിലേക്ക് എടുത്തെറിയാൻ പോവുകയാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്യണമെന്ന്.
ഇബ്രാഹിം നബി അലൈഹിസ്സലാം മറുപടിയൊന്നും പറഞ്ഞില്ല. മലക്കുകൾ തിരിച്ചുപോയി. നാനാവിധ ജീവജാലങ്ങൾ വന്ന്, പക്ഷികളും മറ്റും വന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയുന്നു ദ്വാരക്കാൻ, ഈ നമ്രൂദിന്റെ കുണ്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദ്വാരുന്നില്ല. അങ്ങനെ അവസാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തെറ്റ് വില്ലിലെടുത്ത് വെച്ച് നമ്രൂദ് തീക്കുണ്ടിലേക്ക് എറിയുകയാണ്. അത് എറിയുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ ഇതായിരുന്നു, ഹസ്ബി അല്ലാഹ്, വേറെ ഒന്നുമില്ല, ഈ ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ് അത് ചൊല്ലിയിട്ട് ഓർ നേരെ തീക്കുണ്ടിലേക്ക് അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ ഖുർആൻ പറയുന്നു, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തീയോട് ഞാൻ പറഞ്ഞു, റബ്ബ് പറയുകയാണ്, തീ നിനക്ക് കരിക്കാനുള്ള ശക്തി തന്നത് ഞാനാണ്, നിന്റെ കരിക്കാനുള്ള ശക്തി ഞാൻ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നീ കരിക്കരുത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നീ തണുപ്പും രക്ഷയുമാവണോ. സ്വർഗത്തിലെ സ്ത്രീകൾ വന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ തീക്കുണ്ടിൽ പിടിച്ചിരുത്തി കുടിക്കാനുള്ള വെള്ളവും മുന്തിരിയൊക്കെ കൊടുത്തു. ഇത് നമ്രൂദ് നോക്കിക്കാണുന്നുണ്ട്. ഈ തീയിൽ നിന്ന് വലിയ ഒരു കട്ട നമ്രൂദിന്റെ ശരീരത്തിൽ പോയി വീണു. നമ്രൂദ് ആ തീക്കട്ട എടുത്ത് കയ്യിൽ പിടിച്ചപ്പോൾ കരിയുന്നില്ല. അപ്പൊ നമ്രൂദിന് അമളി മനസ്സിലായി, തീക്ക് കരിക്കാനുള്ള ശക്തി ഇല്ല എന്ന് പൂർണ്ണമായി വിശ്വസിച്ചു. അങ്ങനെ ഇതിന്റെ കാരണം എന്താണ്? അത് ഈ ഹസ്ബി അല്ലാഹ് എന്ന് പറഞ്ഞ സിക്റാണ്. എന്ത് പ്രയാസമുണ്ടെങ്കിലും ഈ സിക്ർ ചൊല്ലുക, അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഹസ്ബി അല്ലാഹ്, ഒരു 11 ദിക്ർ എല്ലാവരും ചൊല്ലുക, റബ്ബ് കബൂൽ ചെയ്യുമാറാവട്ടെ. ഹസ്ബി അല്ലാഹ് 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 ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി. ഇനി ദ്വാരക്കുകയാണ്. എല്ലാവരും കൃത്യമായി ആമീൻ ചൊല്ലുക. ഉദുല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. ദുആക്ക് ഉത്തരം കിട്ടുമെന്ന ഉറപ്പോട് കൂടി റബ്ബുൽ ഇസ്സത്തിനോട് ദുആ ചെയ്യണം. ഇതാണ് റബ്ബിന്റെ കൽപ്പന. ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പ് വേണം. ഉറപ്പോട് കൂടി ദ്വാരുന്നാൽ ആ ദുആ റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കും. അതുപോലെ ഇദാ ദഅഉതുമുല്ലാഹ ഫാസിമു, ദ്വാരക്കുമ്പോൾ നിങ്ങൾ സംഘടിച്ചുകൊണ്ട് ദ്വാരക്കണം. ഒറ്റക്കൊറ്റക്കല്ല ദ്വാരക്കുണ്ട്, സംഘടിച്ചുകൊണ്ട് ദ്വാരക്കണം. കാരണം നിങ്ങൾ ദ്വാരക്കുന്ന കൂട്ടത്തിൽ ബർക്കത്തുള്ള ദുആക്ക് ഉത്തരം കിട്ടുന്നവരുണ്ടാകും. ഒരുപാട് ആൾക്കാർ, ഉമ്മമാരും ഉപ്പമാരും കുട്ടികളും ഉസ്താദുമാരും ഒക്കെ ഈ മജ്‌ലിസിലുണ്ട്. ഏതെങ്കിലും ഒരാളുടെ ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കുകയില്ല. അതുകൊണ്ട് ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് എല്ലാവരും ആമീൻ പറയുക. ദ്വാരക്കലും പിന്നെ ആമീൻ പറയലും രണ്ടും ഒന്നാണ്. ഇപ്പൊ ഉസ്താദിനെയും വെച്ചിട്ട് എനിക്ക് ദ്വാരക്ക, എന്താ കാരണം? ദ്വാരക്കലും ഒന്നാണ്, ആമീൻ പറയലും ഒന്നാണ്. ഇപ്പൊ രണ്ടും രണ്ടാക്കും ചെയ്യാലോ. ഉസ്താദ് ആമീൻ പറയാം, എനിക്ക് ദ്വാരക്ക, അല്ലെങ്കിൽ ഉസ്താദ് ദ്വാരക്കാൻ ആമീൻ പറയാം. ഉസ്താദിനെ ഇവിടെ ഇരുത്തിയിട്ട് ദ്വാരക്കുന്നതിൽ അതപേട് അതും ഇല്ല. അപ്പൊ ദ്വാരക്കുന്ന ആളും ആമീൻ പറയുന്ന ആളും ഒരുപോലെയാണ്. ആ നിയ്യത്തോടു കൂടി എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതെങ്ങനെ സ്റ്റേജ് ഒന്ന് ഒഴിവാക്കി മതി. നമ്മളൊക്കെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്താദ് കൂടിയാണ്. ബഹുമാനപ്പെട്ട സലാം ഉസ്താദിന്റെ ഭാര്യയുടെ പിതാവ് ഉസ്മാൻ ഉസ്താദ്. സാധാരണ കണ്ടാൽ പറയാറുണ്ട്, മോനെ പോയടുന്നൊക്കെ ദ്വാരക്കണോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഉസ്മാൻ ഉസ്താദിന്റെ ആ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. റബ്ബേ, ഞങ്ങളുടെ ദുആ ബറക്കത്ത് സലാം ഓറ ഖബറിലേക്ക് റബ്ബേ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. الحمد لله الحمد لله الحمد لله رب العالمين الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى. سبحان الله سبحان من لا يعلم قدره ويروه ولا
ولا يبلغ الواصفون صفة سبحان ربي العلي الأعلى الوهاب سبوح قدوس سبوح قدوس سبوح قدوس سبوح قدوس سبوح قدوس اللهم صل وسلم وشرف وكرم ومجد وعظم وبارك وانعم على سيدنا ومولانا وشفيعنا ووسيلتنا وقرة أعيننا وهادينا وفاخرنا وذخرنا ومنجانا وملجانا محمد وآله وصحبه وتباعه عدد ما في علم الله صلاة دائمة بدوام ملك الله صلاة تكون لك رضا ولحقه صلاة دائمة بدوام ملك الله صلاة تكون لك رضا ولحقه أداء واحفظنا بها من جميع الأسرار وحسن بها ختامنا يا خالق الليل والنهار رضي الله عن أهل البادر رضي الله عن الشهداء مرادي يا مرادي يا مرادي مرادي أهل بدر يا مرادي يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم أرحم الراحمين يا الرحمن നിന്റെ റഹ്മത്തിന്റെ വാതിക്കലേക്ക് കൈ ഉയർത്തി ഞങ്ങൾ ദുആ ചെയ്യുന്നു റഹ്മാൻ. വലിയ ഒരു അമല് ഈ മഹല്ലത്തുകാർ പൂർത്തിയാക്കിയ ദിവസമാണിത് റഹ്മാൻ. ഇതാ നിന്റെ ഈ മഹല്ലിലുള്ള ഈ പള്ളി റബ്ബേ, ഈ നാട്ടുകാര് കൂടി റബ്ബേ വല്ലാതെ വല്ലാതെ ഭംഗിയാക്കിയിട്ടുണ്ട് റഹ്മാൻ. അറിയുന്നവൻ നീയാണ് റഹ്മാൻ. ഇത് നിന്റെ വീടാണ് റഹ്മാൻ. എന്നാ സാധുക്കളായ ഞങ്ങളുടെ വീട് ആഖിറത്തിലെത്തിയാൽ റബ്ബേ ഞങ്ങളുടെ വീട് സ്വർഗമാണ് റഹ്മാൻ. നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ. ഈ മഹല്ലത്തുകാർക്ക് റബ്ബേ നീ സ്വർഗം നൽകണേ അല്ലാ. ഈ പള്ളി റബ്ബേ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴുള്ള വാഹനമായി നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. നാട്ടിലുള്ളവര് അതുപോലെ വിദേശത്തുള്ളവരുണ്ട് റഹ്മാൻ. പല നിലക്കും കമ്മിറ്റിയായിട്ടും മറ്റുമൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ടവരുണ്ട് റഹ്മാൻ. നീ എല്ലാം സ്വീകരിക്കണേ അല്ലാ. അറിയുന്നവൻ നീയാണ് റഹ്മാൻ. ഇതിന്റെ സവാബ് അവരിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറുകളിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ആദരവായ നബി പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും പള്ളി എടുപ്പിച്ചാൽ സ്വർഗത്തിലുള്ള ഒരു എടുപ്പ് അവനിക്ക് നിർബന്ധമാണെന്ന് ആരംഭ നബി പറഞ്ഞിട്ടുണ്ട് റഹ്മാൻ. പള്ളി എടുപ്പിച്ചവര്, പള്ളി പരിപാലിച്ചവര് റബ്ബേ, അവര് ഈമാനില്ലാതെ മരിച്ചു പോവുകയില്ല റഹ്മാൻ. ഞങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നു റഹ്മാൻ, ഈമാനിന് ഈ പള്ളിയുടെ ബറക്കത്ത് കൊണ്ട് നീ കാക്കണേ അല്ലാ. ഈമാൻ നൽകണേ റഹ്മാൻ. റഹ്മുറഹിമീനായ റഹ്മാൻ, എല്ലാ വിധത്തിലും ഈ പള്ളി മനോഹരമാക്കിയവർക്ക് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യുന്നു റബ്ബേ, നീ കബൂലാക്കണേ അല്ലാ. അവരിൽ രോഗികളുണ്ട് റഹ്മാൻ, ശിഫ നൽകണേ അല്ലാ. ആഫിയത്തില്ലാത്തവരുണ്ട്, ആഫിയത്ത് നൽകണേ അല്ലാ. ആഫിയത്തോടെ ദീർഘായുസ് നൽകണേ റഹ്മാൻ. റഹ്മുറഹിമീനായ റഹ്മാൻ, ആ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട് റഹ്മാൻ. അവരുടെ ജോലിയിൽ നീ അനേകായിരം റഹ്മത്തിനെയും ബറക്കത്തിനെയും ഏറ്റി കൊടുക്കണേ അല്ലാ. അതുപോലെ വിദേശത്തുള്ളവരുണ്ട് റഹ്മാൻ. അറിയുന്നവൻ നീയാണ് റഹ്മാൻ. ആ വിദേശത്തുള്ളവരെ നീ കബൂലാക്കണേ അല്ലാ. വിദേശികൾക്ക് ഏറ്റവും ആവശ്യം സമാധാനമാണ് റഹ്മാൻ. വിദേശത്തുള്ളവർക്ക് നീ സമാധാനം നൽകണേ അല്ലാ. അവരുടെ ആ വിയർപ്പ് റബ്ബേ നീ കബൂലാക്കണേ അല്ലാ. ഈ കേരളത്തിൽ കാണുന്ന പള്ളി മദ്രസകളൊക്കെ അവരുടെ വിയർപ്പാണ് റഹ്മാൻ. നീ അത് കബൂലാക്കണേ അല്ലാ. ജോലിയില്ലാത്തവരുണ്ട് റഹ്മാൻ, അവർക്ക് നീ ലായിക്കായ ജോലി നൽകണേ അല്ലാ. ജോലിയിൽ ബറക്കത്തില്ലാത്തവരുണ്ട്, ബറക്കത്ത് നൽകണേ റഹ്മാൻ. അതുപോലെ റബ്ബേ ഗൾഫിലേക്ക്, വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് റഹ്മാൻ. അതിനുള്ള വഴി നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാൻ. അതുപോലെ റഹ്മുറഹിമീനായ റഹ്മാനെ, പള്ളിയുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ ദുആ ചെയ്യുന്നു. ഗൾഫിലുള്ളവര്, നാട്ടിലുള്ള ഉമ്മമാര്, ഉപ്പമാര്, ഭാര്യ, മക്കള്, ഇവരൊക്കെ അകന്നു നിൽക്കുന്നവരും കൂട്ടത്തിലുണ്ട് റഹ്മാൻ. റബ്ബേ
ഉമ്മ ആഗ്രഹിക്കുന്നു എൻ്റെ മോനൊരു ഹലോ എന്ന് പറയുന്നത് കേൾക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഉമ്മമാരുണ്ട്. പക്ഷെ അതവർക്ക് കേൾക്കുന്നില്ല റഹ്മാൻ. അവരുടെ കൽബുകളെ നീ ഒന്നിപ്പിക്കണേ അല്ല, തെറ്റിച്ച് കളയല്ല റഹ്മാൻ. വിദേശത്തുള്ളവരെയും നാട്ടിലുള്ളവരുടെയും കൽബ് നീ ഒന്നിപ്പിച്ചു കൊടുക്കണേ അല്ല റബ്ബേ. ആ വിദേശത്തുള്ള ഈ മഹല്ലത്തിലുള്ള വിദേശത്തുള്ളവരുടെ മക്കളെ നീ കാക്കണേ അല്ല, അവരുടെ ഭാര്യമാരെ നീ കാക്കണേ അല്ല, കുടുംബത്തെ കാക്കണേ അല്ല, മക്കളെ നീ പ്രത്യേകമായി കാക്കണേ റഹ്മാൻ. കണ്ണെത്താത്ത ദൂരത്താണ് അവർ മക്കളെയും ഭാര്യയെയും നാട്ടിൽ വിട്ടുകൊണ്ട് പോയവരാണ് റഹ്മാൻ. അവരുടെ കണ്ണെത്തുകയില്ല റഹ്മാൻ. ഭാര്യ മക്കളെ നീ കാക്കണേ അല്ലാ. റഹ്മുറഹിമീനായ റഹ്മാൻ, ഈ മജ്ലിസിൽ കൂടിയിരുന്ന് ഞങ്ങൾ ദുആ ചെയ്യുന്നു. പലമാതിരി പ്രയാസങ്ങൾ ഉള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റഹ്മാൻ. ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ തീർത്തു തരണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങളെ സുഖത്തിലും സന്തോഷത്തിലും ആക്കണേ. പലമാതിരി രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് റഹ്മാൻ. നീ ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. കടത്തിൽപ്പെട്ട് വിഷമിക്കുന്നവരുണ്ട് റഹ്മാൻ, നീ സലാമത്താക്കണേ അല്ലാ. അതുപോലെ റബ്ബേ, മക്കൾ ഉള്ളവര് സന്തോഷിക്കാത്ത കാലം, മക്കളില്ലാത്തവര് ദുഃഖിക്കാത്ത ഒരു കാലമാണിത് റഹ്മാൻ. ഞങ്ങളുടെ ദുആന്റെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ദുആ റബ്ബേ ഞങ്ങളുടെ മക്കളാണ് റഹ്മാൻ. ആരംഭ നബി പറയാറുണ്ട്, ഫാത്തിമത്തു കിതാത്തു കബിദി, ഫാത്തിമ മോളെന്റെ കരളിന്റെ കഷ്ണമാണെന്ന് ആരംഭ നബി പറയാറുണ്ട് റബ്ബേ. ഞങ്ങളും പറയുന്നു റബ്ബേ, ഞങ്ങളുടെ മക്കൾ റബ്ബേ ഞങ്ങളുടെ കരളിന്റെ കഷ്ണങ്ങളാണ് റഹ്മാനെ. നീ സലാഹിയത്ത് നൽകണേ അല്ലാ, ഹിദായത്ത് നൽകണേ അല്ലാ. വഴി തെറ്റിച്ച് കളയല്ലേ റഹ്മാന്, വഴി തെറ്റിച്ച് കളയല്ല റഹ്മാന്. നീ സലാമത്തിലാക്കണേ അല്ലാ. അർഹമുർറഹീമീനായ റഹ്മാൻ. അതുപോലെ റബ്ബേ ഞങ്ങളുടെ മക്കള് റബ്ബേ പലമാതിരി സ്ഥലങ്ങളിലാണ് റഹ്മാൻ, കണ്ണെത്താത്ത ദൂരത്തൊക്കെ ഉണ്ട് മക്കള് റഹ്മാൻ. നീ കാക്കണേ അല്ലാ. പ്രയാസത്തിൽപ്പെട്ട മക്കളുണ്ട് റഹ്മാനെ, നീ പ്രയാസങ്ങൾ തീർത്ത് കൊടുക്കണേ അല്ലാ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന മക്കളുണ്ട്, ശിഫ നൽകണേ അല്ലാ. പലമാതിരി പരീക്ഷകൾ തരണം ചെയ്യുന്ന സമയമാണിത് റഹ്മാൻ. ഞങ്ങളുടെ മക്കൾക്ക് റബ്ബേ, പ്രത്യേകിച്ച് മുമ്പിലിരിക്കുന്ന മക്കൾക്ക് അവരുടെ പരീക്ഷകളൊക്കെ റബ്ബേ നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. സലാമത്ത് നൽകണേ റഹ്മാൻ. അതുപോലെ അർഹമുർറഹീമീനായ റഹ്മാൻ, നിന്റെ റഹ്മത്തിന്റെ വാതുക്കൽ കൈയുയർത്തി ഞങ്ങൾ ദുആ ചെയ്യുന്നു റബ്ബേ. ഹജ്ജ് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ, മഖ്ബൂലായ ഹജ്ജ്, മബ്റൂറത്തായ ഉംറ, ആദരവായ നബിയുടെ റൗള സിയാറത്ത് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ റഹ്മാൻ. ഞങ്ങളുടെ ആഗ്രഹം നീ പൂർത്തിയാക്കി തരണേ അല്ലാ. അതുപോലെ ഹജ്ജിനും ഉംറക്കും സിയാറത്തിനും ഒരുങ്ങി നിൽക്കുന്നവരുണ്ട് റഹ്മാൻ, വഴി നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. കൂട്ടത്തിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റഹ്മാൻ. റഹ്മുർറഹീമീനായ റഹ്മാൻ, മഖ്ബൂലായ ഹജ്ജ്, മബ്റൂറത്തായ ഉംറ, ആദരവായ നബിയുടെ റൗള സിയാറത്ത് ഞങ്ങൾക്കും അവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ റഹ്മാൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ. റഹ്മുർറഹീമീനായ റഹ്മാൻ, നീ ഞങ്ങൾക്ക് കണക്കാക്കിയ ഭക്ഷണം, റിസ്ക്, ഞങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ്, അതാണ് ഞങ്ങളുടെ റിസ്ക് റഹ്മാൻ. നീ ഞങ്ങൾക്ക് കണക്കാക്കിയ റിസ്ക് റബ്ബേ അങ്ങ് അകലെയാണെങ്കിൽ റബ്ബേ അത് നീ ഞങ്ങളിലേക്ക് അടുപ്പിക്കണേ അല്ലാ. റബ്ബേ ഞങ്ങൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ കാരണം അപ്പൊ ആ റിസ്ക് റബ്ബേ അങ്ങ് അകലെയാണെങ്കിൽ അത് അടുപ്പിച്ചു തരണേ അല്ലാ. റിസ്ക്കില് നീ ബറക്കത്ത് നൽകണേ റഹ്മാൻ. റഹ്മുർറഹീമീനായ റഹ്മാൻ, റിസ്ക്കിന്റെ കാര്യത്തിൽ റബ്ബേ നീ ഞങ്ങളെ ഞെരുക്കത്തിലാക്കല്ലേ റഹ്മാൻ. ഈ മജ്ലിസിന് ഭക്ഷണം നൽകിയ ഉമ്മമാരുണ്ട് റഹ്മാൻ, അറിയുന്നവൻ നീയാണ് റഹ്മാൻ. ആ ഭക്ഷണം ആ ഉമ്മമാരുടെ കൈകളിൽ നിന്ന് നീ കബൂലാക്കണേ അല്ലാ. ആ ഉമ്മമാരുടെ കൈകൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ, റഹ്മത്തിന്റെ കൈകളാക്കണേ അല്ലാ. മഅ്ശറയിലെത്തിയാൽ നന്മതിന്മകളുടെ ഏടുകൾ നൽകുമ്പോൾ റബ്ബേ അവരുടെ ആ ഭക്ഷണം നൽകിയ ഉമ്മ, പാകം ചെയ്ത ഭക്ഷണം നൽകിയ ഉമ്മമാരുടെ വലത് കൈയിൽ റബ്ബേ ആ കിതാബ്, നന്മയുടെ കിതാബ് നീ നൽകണേ അല്ലാ. നീ ബറക്കത്തുള്ള ഉമ്മമാരാക്കണേ അല്ലാ.
ഹറാമിനെ തൊട്ട് നീ ഉമ്മമാരെ കാക്കണേ റഹ്മാൻ. റഹ്മുറഹിമീനായ റഹ്മാൻ, നിന്റെ റഹ്മത്തിന്റെ വാതിക്കലേക്ക് കൈ ഉയർത്തി ഞങ്ങൾ ദുആ ചെയ്യുന്നു റബ്ബേ. ഞങ്ങളുടെ ദുആ, ആ ദുആന്റെ ആദ്യം അവസാനം എന്നും ഞങ്ങളുടെ ഒരേ ഒരു ദുആ ആണ് റഹ്മാൻ. അതല്ലാത്ത ദുആ ഞങ്ങൾക്കില്ല റഹ്മാനെ. ഖുർആൻ പറഞ്ഞതാണ്, ശഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. ഇത് ഖുർആൻ പറഞ്ഞതാണ് റഹ്മാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് കൊണ്ട് റബ്ബേ നീ സാക്ഷി നിന്നതാണ്. നിന്റെ മലക്കുകൾ സാക്ഷി നിന്നു, ഇൽമിന്റെ ആൾക്കാർ സാക്ഷി നിന്നു. പാവികളായ ഞങ്ങളും റബ്ബേ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് സാക്ഷി നിൽക്കുകയാണ് റഹ്മാന്. ഞങ്ങളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കി തരണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കണ്ണടക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ആക്കണേ അല്ലാഹ്. മഅ്ശറയിൽ നിന്ന് റബ്ബേ റഹ്മുറഹിമീനായ റഹ്മാനെ, മഅ്ശറയിൽ എത്തിയാൽ സ്വർഗത്തിന്റെ വിലയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബേ നിന്റെ കയ്യിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. മഅ്ശറയിൽ എത്തിയ സ്വർഗത്തിന്റെ വിലയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ അഅ്തിനി നൂറൻ ഫീ ഖൽബി വ നൂറൻ ഫീ സമഇ വ നൂറൻ ഫീ ബസ്വരി വ നൂറൻ ഫീ ലഹ്മി വ നൂറൻ ഫീ അസ്ബി വ നൂറൻ അൻ യമീനി വ നൂറൻ അൻ ശിമാലി വ നൂറൻ മിൻ തഹ്തി വ നൂറൻ മിൻ ഫൗഖി. അല്ലാഹുമ്മ അഅ്തിനാ നൂറൻ ഫീ ഖുലൂബിനാ. അല്ലാഹുമ്മ അഅ്തിനാ നൂറൻ ഫീ ഖുബൂരിനാ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക വ നതവസ്സലു ഇലൈക വ നതവജ്ജഹു ഇലൈക വ നതളറഉ ഇലൈക ബിഅസ്മാഇകൽ ഹുസ്നാ കുല്ലിഹാ മാ അലിംനാ മിൻഹു വ മാ ലം നഅലം വ ബിഹഖി യാ അല്ലാഹ് يا الله 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 يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصبر يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابل يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا حفيظ يا حفيظ والله خير حافظا وهو أرحم الراحمين. റബ്ബേ നിന്റെ പേരുകളുടെ കൂട്ടത്തിൽ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വല്ലാതെ സന്തോഷമുണ്ട് റബ്ബേ. അതാണ് ഹഫീൽ റബ്ബേ, എല്ലാം കാക്കുന്നവനാണ് നീ റഹ്മാൻ. നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. യാക്കൂബ് നബി അലൈഹിസ്സലാം മകൻ യൂസുഫ് നബി അലൈഹിസ്സലാം നഷ്ടപ്പെട്ടപ്പോൾ ഓർ ദ്വാരുന്നത് യാ ഹഫീൽ എന്ന ആ പേര് ഉപയോഗിച്ചുകൊണ്ടാണ് റഹ്മാൻ. ആ പേരിന്റെ ബറക്കത്ത് കൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാമിന് മകൻ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നീ സന്തോഷത്തോടെ തിരിച്ചേൽപ്പിച്ചു റഹ്മാന്. ഞങ്ങളെ ദ്വാരക്കുന്നു റബ്ബേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് റബ്ബേ ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാഹ്. മക്കളെ കാക്കണേ അല്ലാഹ്. ഭാര്യമാരെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തെ നീ കാക്കണേ അല്ലാഹ്. നിന്റെ കാവല് നൽകണേ അല്ലാഹ്. നീ നൽകിയ എല്ലാ നിഅമത്തുകളും നീ കാക്കണേ റഹ്മാൻ. വലിയ നിഅമത്ത് ഈമാനാണ്. ഈമാനാകുന്ന നിഅമത്ത് നീ കാക്കണേ അല്ലാഹ്. ആഫിയത്ത് നിന്റെ നിഅമത്താണ്, അത് നീ കാക്കണേ അല്ലാഹ്. സമ്പത്ത് നീ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജോലി നീ നൽകിയ നിഅമത്താണ്, നീ കാക്കണേ റഹ്മാൻ. നീ എന്തെല്ലാം നിഅമത്തുകൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ ആ നിഅമത്തുകളൊക്കെ നീ കാക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് റബ്ബേ വല്ലാതെ അപകടങ്ങൾ പെരുകിയ കാലമാണ് റഹ്മാൻ. ഇതാ ചിലരൊക്കെ 5ഉം 6ഉം ആൾക്കാർ ഒന്നിച്ച് കൊന്ന് കളയുന്ന കാലമാണ് റഹ്മാന്. പേടിയാണ് റഹ്മാൻ. നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. യാ ഹഫീളു യാ മുഖീതു യാ ഹസീബു യാ ജലീൽ യാ കരീമു യാ റഖീബു യാ മുജീബു യാ വാസിഉ യാ ഹകീമു യാ വദൂദ് യാ മജീദു യാ ബാഇസു യാ ഷഹീദ് യാ ഹഖ്ഖു യാ വകീൽ യാ ഖവിയ്യു യാ മതീനു യാ വലിയ്യു യാ ഹമീദ് യാ മുഹ്സി യാ മുബ്ദിഉ യാ മുഈദ് യാ മുഹ്യി യാ മുമീതു യാ ഹയ്യു യാ ഖയ്യൂം يا واجد يا ماجد يا واحد يا أحد يا فرد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب
يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا ولي يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور اجعلنا اللهم من أحاطت به صفقة قلوبنا من أعظم عبادك نصيبا في كل خير تقسمه الليلة ونور تهدي به ورحمة تنصرها ورزق تبسط وبلاء ترفعه وفتنة تصرفها ربنا تقبل منا إنك أنت السميع العليم ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم റബ്ബേ ഈ പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടി ഞങ്ങൾ ദുആ ചെയ്യുന്നു. ഞങ്ങൾ ചൊല്ലിയ ഈ അസ്മാഉൽ ഹുസ്ന റബ്ബേ ഈ മജ്ലിസിലുള്ള ഞങ്ങൾക്ക് നീ കാവലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ആരെയും നീ വിട്ടുകളയല്ല റഹ്മാൻ. ഈ അസ്മാഉൽ ഹുസ്ന ഞങ്ങൾക്കൊക്കെ എല്ലാ അപകടങ്ങളും മുസീബത്തുകളെ തൊട്ട് നീ കാവലാക്കണേ അല്ലാഹ്. അതുപോലെ ഈ മഹല്ലത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ മരിച്ച് മറവട്ട് കിടക്കുന്നവരുണ്ട് റബ്ബേ. ഈ പള്ളി ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ അവരാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് റബ്ബേ. ആ മരിച്ചുപോയ ആരെയും ഞങ്ങൾ മറക്കുന്നില്ല റഹ്മാൻ. ഈ മഹല്ലത്തിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ മരിച്ചുപോയവരുടെ ഖബറുകളിൽ ഇതിന്റെ ബറക്കത്ത് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ ദുആ അവർക്ക് എത്തിയാൽ അവരെ ഖബറിൽ വെച്ച് ദുആ ചെയ്യും. ഇനിയും ഇതുപോലുള്ള ദുആ ഞങ്ങൾക്ക് കിട്ടണമെന്ന് ആ വിധത്തിലുള്ള ദുആ ആക്കിത്തരണേ അല്ലാഹ്. അതുപോലെ ഈ അസ്മാഉൽ ഹുസ്ന ഈ മഹല്ലത്തിലുള്ള വിദേശികൾക്ക് റബ്ബേ ഞങ്ങൾ കാവലാക്കുന്നു റഹ്മാൻ. കണ്ണെത്താത്ത ദൂരത്താണ് അവരുള്ളത് റഹ്മാൻ. നീ അവരെ ഈ അസ്മാഉൽ ഹുസ്നയുടെ കാവലിലാക്കണേ അല്ലാഹ്. റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്, കാക്കണേ റഹ്മാൻ. അതുപോലെ അർഹമുർറഹീമീനായ റഹ്മാൻ ഈ അസ്മാഉൽ ഹുസ്ന ഈ മഹല്ലത്തിലുള്ള എല്ലാ വീട് കുടിലുകളിലും ഞങ്ങൾ കാവലാക്കുന്നു റബ്ബേ. മാരകമായ രോഗങ്ങളെ തൊട്ട് ഈ മഹല്ലത്തിലുള്ള വീട് കുടിലുകളെ നീ കാക്കണേ അല്ലാഹ്. അതുപോലെ റബ്ബേ ചില വീട് കുടിലുകളിൽ പലമാതിരി കുഴപ്പങ്ങൾ മുസീബത്തൊക്കെ ഉണ്ട് റഹ്മാൻ. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ആ വീടുകളൊക്കെ നീ സന്തോഷമുള്ള വീടുകളാക്കി മാറ്റണേ റഹ്മാൻ. റബ്ബേ ഇതാ ഈ അസ്മാഉൽ ഹുസ്ന ഇതായി കൂടിയിരിക്കുന്ന ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ കാവലാക്കുന്നു റഹ്മാൻ. ഇതിന്റെ കാവലിൽ നീ പെടുത്തണം റഹ്മാൻ. അവസാനമായി ഞങ്ങളുടെ ഒരു ദുആ ആണ് റഹ്മാൻ. ഈ മജ്ലിസ് ഞങ്ങൾ വിട്ടുപിരിയുന്ന നേരം റബ്ബേ റമളാൻ മാസം കടന്നു വരുന്നു റബ്ബേ. ഈ റമളാൻ മാസം കടന്നു വരുമ്പോൾ അതിനെ സ്വീകരിക്കുന്നത് റബ്ബേ മാതാവ് പ്രസവിച്ച ദിവസം പോലെ തെറ്റുകുറ്റങ്ങളൊന്നുമില്ലാത്ത വിധത്തിൽ ആ റമളാൻ മാസം സ്വീകരിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നു പോയെങ്കിലും റബ്ബേ നീ അത് മാപ്പ് ചെയ്തു തരണേ അല്ലാഹ്, പുറത്തു തരണേ അല്ലാഹ്. നിന്റെ റഹ്മത്തിൽ ഒരുമിച്ച് കൂട്ടുന്നതിന് മുമ്പ് ഈ മജ്ലിസിൽ നിന്ന് ഞങ്ങളെ നീ വിട്ടുപിരിയല്ല റഹ്മാൻ. ഇതാ മഹ്ശറയിൽ നിന്ന് റബ്ബേ എല്ലാരും വിഷമിച്ചിരിക്കുന്ന സമയം റബ്ബേ നോമ്പുകാര് സ്വർഗത്തിലേക്ക് പാറിപ്പോവുകയാണ് റഹ്മാൻ. ആ കൂട്ടത്തിൽ റബ്ബേ ഞങ്ങളുടെ നോമ്പിനെ നീ പെടുത്തണേ അല്ലാഹ്. നോമ്പിനെ നീ കബൂലാക്കണേ അല്ലാഹ്. നോമ്പ് സ്വീകരിക്കാനുള്ള ആഫിയത്ത് ദീർഘായുസ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റമളാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് നീ ഞങ്ങളെ മരിപ്പിച്ച് കളയല്ല റഹ്മാൻ. പ്രത്യേകിച്ച് ഈ പള്ളിയെ ഹയാത്താക്കാൻ, പള്ളിയിൽ വന്ന് എഴുത്തിക്കാഫിരിക്കാൻ, ഇബാദത്ത് ചെയ്യാൻ ഈ പള്ളി അലങ്കരിച്ചവർക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. നിന്റെ റഹ്മത്തിന്റെ വാതുക്കലേക്ക് ഉയർത്തിയ കൈകൾ ഞങ്ങൾ താഴ്ത്തുന്നു. നിന്റെ പള്ളി റബ്ബേ ഭംഗിയാക്കിയതുപോലെ ഞങ്ങളുടെ മനസ്സുകളൊക്കെ ഭംഗിയായി നല്ല നിലക്ക് നിന്റെ റഹ്മത്ത് ലഭിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. അർഹമുർറഹീമീനായ റഹ്മാനെ ഞങ്ങളുടെ മാതാപിതാക്കള്, ഉസ്താദുമാര്, സഹോദര സഹോദരിമാര്
ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര്, ഭാര്യ, മക്കള്, അർഹമുർറഹീമീനായ റഹ്മാൻ, ഇവരിൽ പലരും ഖബറിന്റെ പള്ളകളിലുണ്ട് റഹ്മാൻ. ദുആയിൽ ഞങ്ങൾ അവരെ മറന്നിട്ടില്ല റഹ്മാൻ. അവസാനമായി അവർക്ക് ഞങ്ങൾ ദുആ ചെയ്യുന്നു. ഈ പറയപ്പെട്ടവരിൽ മരിച്ചുപോയവരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്, റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആ ബർക്കത്ത് സലാം അവരുടെ ഖബറുകളിൽ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് റബ്ബേ, മാതാപിതാക്കൾ, അതുപോലെ ഞങ്ങളുടെ ഉസ്താദുമാര്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ദുനിയാവിലുള്ള സകലമാന ജീവജാലങ്ങളും സന്തോഷിച്ച ഒരേ ഒരു ദിവസമാണ് ബിസ്മിന്റെ ശബ്ദം കേട്ട ദിവസം. ആ ബിസ്മി പഠിപ്പിച്ച ഉസ്താദുമാര് റബ്ബേ പലരും ഖബറിന്റെ പള്ളകളിലുണ്ട് റഹ്മാനെ, നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. അതുപോലെ ബിസ്മി പഠിപ്പിച്ച ഉസ്താദുമാരുടെ കൂട്ടത്തിൽ പലരും രോഗത്തിലാണ് റഹ്മാനെ, നീ ശിഫ നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് അർഹമുർറഹീമീനായ റഹ്മാനെ, ഞങ്ങളുടെ ഉസ്താദായ ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ് റഹ്മാനെ, ആ തണല് നീ ഞങ്ങളുടെ കുടുംബത്തിന്, നാട്ടുകാർക്ക് നീ നിലനിർത്തി തരണേ അല്ലാഹ്. ശിഫ നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعواهم أن الحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു ഇൻഷാ അല്ലാഹ്. ഓർമ്മയുള്ള സ്ഥലങ്ങളിൽ വെച്ച് നിങ്ങൾക്കും ദുആ ചെയ്യുന്നതാണ്. ചെറിയ മക്കളൊക്കെ വന്ന് കൈപിടിച്ച് മുസാഫാത്ത് ചെയ്തിട്ട് പോവാം. വർക്കത്തുള്ള കൈകളായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ത്രീകള് നമ്മുടെ പള്ളി സന്ദർശനം സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് മറ്റന്നാൾ വെള്ളിയാഴ്ചയാണ്, മഗ്‌രിബ് ഇശാഇനിടയിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ അവസരം ഉപയോഗപ്പെടുത്തി മാന്യ സഹോദരിമാര് ആ സമയത്ത് വന്ന് പള്ളിയിൽ സന്ദർശിച്ച് പള്ളിയുടെ അകത്തുകളൊക്കെ കണ്ടു പോകാവുന്നതാണ്. ടൈമിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നീട് അറിയിക്കുന്നതായിരിക്കുമെന്ന് അറിയിക്കുന്നു. മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഉടനെ മഗ്‌രിബിന് ഇശാഇനിടയിലായിട്ട് എല്ലാവരും വരിക. ആ സ്ത്രീകള് പോകുന്ന വഴി പുരുഷന്മാരൊന്ന് ശ്രദ്ധിക്കുക. അവര് പോയിട്ട് പതുക്കെ പുരുഷന്മാർ പോയാൽ മതി എന്ന് അറിയിക്കുകയാണ്. സ്ത്രീകളും അങ്ങ് തിക്കിത്തിരക്കി പോകണ്ട, പതുക്കെ ലൈനായിട്ട് പോവുക. ചെറിയ വഴിയാണ്, നേരിയ വഴിയാണ്. സ്ത്രീകള് പതുക്കെ ലൈനായിട്ട് പോകാൻ ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ പൂർണ്ണമായ വീഡിയോ കവറേജ് ലൈവ് യൂട്യൂബിലൊക്കെ നൽകിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഫൈസൽ CM ആണ്. പ്രത്യേകമായ നന്ദി അദ്ദേഹത്തിന് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇന്നത്തെ ഇവിടെ സംബന്ധിച്ച മുഴുവൻ ആളുകൾക്കുള്ള ഭക്ഷണം നമ്മുടെ നാട്ടിലെ സഹോദരിമാരാണ്. കഴിഞ്ഞ വർഷം അവർ തന്നെയായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി കളക്ഷനൊക്കെ നടത്തിയിട്ട് ആ പരിപാടി വിജയിപ്പിച്ചത്. ഈ വർഷവും അവർ തന്നെയാണ്, ആ സഹോദരിമാരാണ് ഭക്ഷണം ഏർപ്പാടാക്കിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിക്ക് തുടങ്ങിയത് മുതൽ നല്ല സൗണ്ട് നൽകിയിട്ടുള്ള, സൗണ്ട് ഡെക്കറേഷൻ എല്ലാം കൊണ്ടും വളരെ ഭംഗിയാക്കി നമ്മുടെ ഈ പരിപാടി വിജയിപ്പിക്കാൻ സഹായിച്ച നമ്മുടെ പ്രിയ സുഹൃത്ത് സഹോദരൻ റഫീഖ് CC, അദ്ദേഹത്തിന് പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇവിടെ വന്ന് പ്രഭാഷണം നടത്തിയിട്ടുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ, വാഗ്മികൾ, പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ സമാപന സമ്മേളനത്തിൽ ദുആ സമ്മേളനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള അഭിമതനായിട്ടുള്ള ശൈഖുന അബ്ദുള്ള മുസ്ലിയാർ മാണിയൂർ, അവർക്ക് പ്രത്യേകമായ നന്ദി ഈ നാട്ടിന് വേണ്ടി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മദ്രസയിലെ അധ്യാപകര്,
പ്രത്യേകിച്ച് നമ്മുടെ പള്ളി ഖത്തീബ് ഉസ്താദുമാരൊക്കെ എല്ലാ ദിവസങ്ങളിലും സജീവമായിട്ട് തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലൊക്കെ അവർക്ക് പ്രത്യേകമായ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. നമ്മുടെ ചെറുപ്പക്കാർ, വോളണ്ടിയർമാരായി പ്രവർത്തിച്ചവർ, പ്രചാരണ കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്തവർ, അവരെല്ലാവരും ഭംഗിയായിട്ട് തന്നെ ഈ കാര്യങ്ങൾക്ക് നിർവഹിച്ചിട്ടുണ്ട്. പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്.